അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. TTP എന്ന സംഘടനയെ നിയന്ത്രിക്കാൻ താലിബാൻ തയ്യാറാകാത്തതിലും അതിർത്തി കടന്നുള്ള ഭീകരവാദ ആക്രമണങ്ങളിലും അതൃപ്തി പ്രകടിപ്പിച്ചാണ് പാകിസ്ഥാന്റെ ഈ നടപടി. പാക് സുരക്ഷാ സേനയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് തയ്യാറാവുക, അല്ലെങ്കിൽ ഇസ്ലാമാബാദിന്റെ പിന്തുണയോടെ കാബൂളിലെ ഭരണത്തെ അട്ടിമറിക്കുന്ന ബദൽ രാഷ്ട്രീയ ശക്തിയെ നേരിടുക എന്നാണ് പാകിസ്ഥാന്റെ അന്ത്യശാസനമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. താലിബാൻ ഭരണകൂടവുമായി പാക് സർക്കാരിന്റെ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. തുർക്കി മധ്യസ്ഥർ വഴിയാണ് താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ അന്ത്യശാസനം കൈമാറിയിരിക്കുന്നതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം താലിബാൻ ദൃഢപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് താലിബാനുമായി പാകിസ്ഥാൻ ഇടയുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള ദീർഘകാലത്തെ നയതന്ത്ര ബന്ധം പുനഃപരിശോധിക്കാൻ ഇത് നിർബന്ധിതരാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താലിബാൻ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഒരു കെണിയായാണ് പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നതും. അതുകൊണ്ട് തന്നെ അഫ്ഗാനകത്തും പുറത്തും താലിബാൻ വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളുമായി പാകിസ്ഥാൻ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. താലിബാൻ വിരുദ്ധ നേതാക്കളുമായി ഇതിനകം തന്നെ പാകിസ്ഥാൻ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയതായി ഉന്നത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അഫ്ഗാൻ ജനാധിപത്യ പ്രതിപക്ഷ നേതാക്കളുമായി പാകിസ്ഥാൻ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഹമീദ് കസായി, അഷ്റഫ് ഖനി, അഹമ്മദ് മസൂദ്, അബ്ദുൾ റാഷിദ് ദോസ്തം, അഫ്ഗാനിസ്ഥാൻ ഫ്രീഡം ഫ്രണ്ട് അംഗങ്ങൾ തുടങ്ങിയവരെ ഇന്റലിജൻസ് വിഭാഗം ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. താലിബാൻ വിരുദ്ധ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അഫ്ഗാൻ ജനാധിപത്യ പ്രക്രിയയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന നാടുകടത്തപ്പെട്ട വനിതാ നേതാക്കൾ, ആക്ടിവിസ്റ്റുകൾ, ജനാധിപത്യ അനുകൂല സംഘടനകൾക്കും പാകിസ്ഥാന്റെ വാഗ്ദാനങ്ങൾ ബാധകമാണെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുമായി യുദ്ധത്തിനുള്ള സാധ്യത എഴുതിത്തള്ളാനാവില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞതും ഇടയിൽ ശ്രദ്ധ നേടിയിരുന്നു. മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ രാജ്യം പൂർണ്ണ ജാഗ്രതയിലാണെന്നും ആസിഫ് വ്യക്തമാക്കി. ഞങ്ങൾ ഇന്ത്യയെ അവഗണിക്കുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. അതിർത്തി കടന്നുകയറ്റമോ ആക്രമണങ്ങളോ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഒരു സമഗ്ര യുദ്ധമോ ശത്രുതാപരമായ നീക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്മൾ പൂർണ്ണ ജാഗ്രത പാലിക്കണം എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ധൂർ 88 മണിക്കൂർ ട്രെയിലർ മാത്രമാണെന്ന ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഖ്വാജ ആസിഫിന്റെ പ്രതികരണവും പുറത്തു വന്നത്. രാജ്യത്തെ സേനാ വിഭാഗങ്ങൾ പൂർണ്ണ സജ്ജരാണെന്നും പാകിസ്ഥാൻ അവസരം നൽകിയാൽ അയൽക്കാരോട് ഉത്തരവാദിത്തപരമായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുമെന്നും ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വാക്പോരും രൂക്ഷമാണ്. നവംബർ ആദ്യവാരത്തിലും ആസിഫ് പ്രകോപനപരമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമിടയിൽ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ആസിഫിന്റെ പരാമർശങ്ങളും പുറത്തുവന്നത്. കഴിഞ്ഞ മാസം അതിർത്തി കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ സൈന്യവും താലിബാനും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഒക്ടോബർ 19 സമാധാന കരാർ നിലവിൽ വന്നതോടെയാണ് സംഘർഷത്തിന് താൽക്കാലികമായ ശമനമുണ്ടായത്. അഫ്ഗാൻ അതിർത്തിക്കകത്ത് നിന്ന് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർക്കെതിരെ താലിബാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ നിരന്തരം എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ പാക് ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാനും രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോര് തുടരുന്നതിനിടെ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണവും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ താലിബാൻ തിരിച്ചടിച്ചതോടെയാണ് അതിർത്തി സംഘർഷഭരിതമായി അന്ന് മാറിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.